അപ്പോൾ അങ്ങനെ ഇന്ന് ഞങ്ങൾ റിയാദിൻ്റെ ഇന്ത്യൻ മ്യൂസിക് ലവേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാം കാണാൻ വന്നേക്കുവാണ്. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും ഫങ്ഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ വട്ടം കറങ്ങി ഞങ്ങൾ നിൽക്കുന്നത് എവിടെ ഇരിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഫ്രണ്ടിലൊക്കെ ഓൾമോസ്റ്റ് സീറ്റ്സൊക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു. മ്യൂസിക് അസോസിയേഷൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ ഗസ്റ്റായിട്ട് വരുന്നത് സിംഗർ മധു ബാലകൃഷ്ണ സാറായിരുന്നു. മകനായി പിറന്ന 6-ാം വയസ്സിൽ ആദ്യ വേദിയിൽ നിന്നും തുടക്കം കുറിച്ച സംഗീതയാത്ര ചെന്നൈയിലെ അക്കാദമി ഓഫ് ആർട്സിലെ പഠനത്തിലേക്ക് അവിടെ നിന്ന് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തും തുടർന്നു. മധു ബാലകൃഷ്ണന്റെ ആദ്യ പിന്നണി ഗാനം തന്നെ മലയാളത്തിന്റെ ഗാനം പാടി KS ചിത്രയ്ക്കൊപ്പം പാടിയ തമിഴ് ഗാനമായി. ഉദയപുരം സുൽത്താൻ എന്ന മലയാള ചിത്രത്തിലെ കനക സഭാതരം എന്ന് തുടങ്ങുന്ന ഗാനം മലയാള പിന്നണി ഗാനരംഗത്ത്. പിന്നെ എല്ലാ ഫംഗ്ഷനിലെ പോലെ ആദ്യം ഇൻട്രൊഡക്ഷൻ സ്പീച്ചും വെൽക്കം സ്പീച്ചും ഒക്കെ ആയതുകൊണ്ട് അത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത്. അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. ചായയും ജ്യൂസും സ്നാക്സും ഒക്കെ വാങ്ങിച്ച് അത് കഴിച്ചുകൊണ്ട് പാട്ട് ആസ്വദിക്കാമെന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് പോയി. ഞങ്ങൾക്ക് ഫ്രണ്ടും സീറ്റിൽ കിട്ടി. അങ്ങനെ സോങ്ങൊക്കെ സ്റ്റാർട്ടായി. വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാനായിട്ട് ഇനി കുറച്ച് എക്സ്പ്രഷൻസ് ഒന്നും കുറയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവിടെ ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അച്ചുട്ടിക്ക് ഈ സോങ്ങിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ ഇതേ ബോറടിച്ച് അവിടെ ഇരിക്കുവാണ്. സാറിൻ്റെ സോങ് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഓരോ സോങ്ങും എല്ലാ സോങ്ങും അടിപൊളിയായിരുന്നു. 10 to 15 സോങ്ങെങ്കിലും ടോട്ടൽ പാടിക്കാണും. എല്ലാ സോങ്ങും അടിപൊളിയായിരുന്നു. ശരിക്കും ആസ്വദിക്കാൻ പറ്റി. പ്രോഗ്രാം തീരുന്നവരെ ഞങ്ങൾ അവിടെ നിന്നില്ല. അതിന് മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങി. ഞങ്ങൾക്ക് വേറെ ഷോപ്പിലും കൂടെ കയറേണ്ട കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ്റെ ഫ്രണ്ട് അയത്തിയേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞങ്ങൾ ചേട്ടൻ കൊണ്ടുവിട്ടിട്ട് ചേട്ടൻ്റെ വർക്കിന് പോയി. അപ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പിന്നെയും വിളിക്കാൻ വന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ.